പരിശോധിക്കാൻ വന്ന ഡോക്ടർമാരോട് പോലും പറയുക വിശ്വനാഥനെ കൊന്നത് ഇവനാണെന്ന്. ആ നേരത്തൊക്കെ അവര് ചോദിക്കുന്നുണ്ട് ആരായി വിശ്വനാഥനെന്ന്. പോയി പറഞ്ഞു കൊടുക്കടാ വാനര, വിശ്വനാഥൻ നിന്റെ പെങ്ങടെ കെട്ടിയവനാണെന്ന്. ഈ വട്ടം പറയുന്ന അമ്മയും തുടങ്ങല്ലേ. ഇങ്ങനെ പോയാൽ എനിക്കും വട്ടു വരുവടാ. അതുപോലെയാ ഇവൻ പിച്ചും പയ്യും പറഞ്ഞോണ്ടിരിക്കുന്നത്. രാത്രിയായ എനിക്ക് ഉറക്കമില്ല. ചിലപ്പോ ഞാൻ ഉറങ്ങുമ്പോഴായിരിക്കും ഇവന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന വിശ്വനാഥൻ എന്റെ ദേഹത്തേക്ക് ചാടി കയറുന്നത്. ഏതായാലും നീ സൂക്ഷിച്ചോ, അവൻ നിന്റെ പിന്നാലെ ഉണ്ടടാ. എടാ വാമദേവ, കാലിന്റെ പിന്നാലെ കയറുമായിട്ട് പോകുന്നവനെ നിന്നെ തേടി നടക്കടാ വിശ്വനാഥൻ. മിക്കവാറും അവൻ നിന്നെ അങ്ങ് പൊക്കിക്കൊണ്ടു പോകും. അതിന് ഞാനല്ല അവന്റെ ബുള്ളറ്റിന് പുറകെ കൊണ്ടു ജോലി ഇടിച്ചത്. നീ പറഞ്ഞിട്ടില്ലടാ ഞാൻ ആ മഹാപാപം ചെയ്തേ. എന്നിട്ടിപ്പോ പുണ്യാളൊന്നാവല്ലേ. എനിക്ക് നല്ല അവസരമുണ്ട്, ഇല്ലെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് വന്ന് നിന്നെ കാലെ പിടിച്ച് നിലത്തോട്ട് അടിച്ചേ. ഞാൻ പോന്നു. അതെങ്ങനെ ശരിയാകും? നീ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനാടാ. ഇനി ഞാൻ ഇവിടെ ശരിയാവത്തില്ല. പരമാവധി കണ്ണൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കിയോ. കണ്ണനും മഹാലക്ഷ്മിക്കും ഒക്കെ എവനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരൊന്നും വരില്ല എന്ന് കരുതാം. ഞാൻ പോവാ. നീ പോണോ? നീ പോടാ വാട്ട. നീ വാടാ. നീ പോടാ പ്രാന്ത. നിന്റെ അച്ഛനാ. നീ പോടാ. നീ പോടാ. ഓടാ. നിക്കടാ. ഓടാ. ഓ വാമോ. അവൻ വന്നപ്പോ നിങ്ങൾക്ക് അവനെ ഒന്ന് കെട്ടിട്ടൂടായിരുന്നോ? ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം. ആ പാപം വിഷ്ണുവിനെ കൊല്ലാൻ പണം എറിഞ്ഞു തന്നിട്ട് അവൻ ജീവനോടെ നടക്കുക. ചതിയൻ, വഞ്ചകൻ. കണ്ണി കണ്ട ഗുണ്ടകൾക്കൊക്കെ പൈസ കൊടുത്തു അല്ലേ എന്നെ തല്ലാനായിട്ട്? ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. പിന്നെ നിന്നെ തല്ലാൻ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. മാർക്കോയും അവന്റെ കൂട്ടുകാരനും കൂടെ എന്നെ കാറിൽ നിന്ന് വലിച്ചിറക്കി തല്ലാൻ പിടിച്ചേക്കേ, അത് തന്റെ അറിവോടെ ആയിരിക്കില്ലേ? ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല നിന്നെ തല്ലാൻ. പിന്നെ അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. എന്നാ പിന്നെ ഇനി കൊട്ടേഷൻ കൊടുക്ക്. മാർക്കോയും അവന്റെ കൂട്ടുകാരനും കൂടെ വിചാരിച്ച ഒരു പൊടി പോലും തെളിവുണ്ടാക്കാൻ പറ്റില്ലല്ലോ. പോലീസും ഏറെക്കുറെ അവന്മാരെ സഹായിക്കുന്ന കൂട്ടത്തിലാ. ഞാനങ്ങനെ മനഃപൂർവ്വം ആർക്കും കൊട്ടേഷൻ കൊടുക്കാറില്ലടാ. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ പൈസയ്ക്ക് ആക്രാന്തമുള്ളവരല്ല മാർക്കോയും ലോപ്പസും ഒന്നും. അവര് പൈസ വാങ്ങിച്ചിട്ട് ആരെയും തല്ലാറും കൊല്ലാറും ഇല്ല. മാർക്കോ ഞങ്ങൾക്ക് ചെയ്തെന്ന സേവനത്തിന് അവർക്ക് രണ്ടാൾക്കും ഒരുപാട് പൈസ ഓഫർ ചെയ്തയാ, ജോലി ഓഫർ ചെയ്തയാ. അതൊക്കെ അവർ സന്തോഷത്തോടെ നിരസിക്കുക ചെയ്തേ. അതാണ് അവരുടെ മനസ്സിന്റെ വലിപ്പം. എന്നിട്ടാ നിന്നെ തല്ലാനായിട്ട് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞ് നീ മുന്നിലോട്ട് വന്നിരിക്കുന്നേ. അവരെ പോലൊരു അനിയനെ വേണ്ട. അവരുടെ സ്വഭാവത്തിന്റെ 1/4 ഒരു അനിയൻ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. നിനക്ക് അവരുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ലടാ. യോഗ്യത ഇല്ലാത്തവനാണല്ലോ എന്നെ പാപ്പരാക്കാൻ നോക്കുന്നത്. ഞാനായിട്ട് നിന്നെ പാപ്പരാക്കാനൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ടാ നിനക്ക് മാസം ഒരു തുക തരുന്നത്. ഓ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ നീ എവിടെങ്കിലും പോയി തെണ്ടി തിന്നട്ടെ എന്ന് കരുതിയാനെ. കൂടെയുള്ള ഒരുത്തി അവരുടെ അനിയത്തി ഞാനും ഒക്കെ തെണ്ടിത്തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിലേ നീയൊന്നും ഇപ്പൊ ഇവിടെ കാണത്തില്ലായിരുന്നടാ. ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളുണ്ടല്ലോ, അവര് സ്വാർത്ഥരായിരിക്കും. അവരവരുടെ കാര്യം മാത്രമേ നോക്കൂ, സ്വന്തം ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം. അങ്ങനെയുള്ളവര് വലിയ തെറ്റൊന്നും ചെയ്യണ്ട. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായാല് അത് ഊതിപ്പെരിപ്പിച്ച് വലിയ തലവേദന ഉണ്ടാക്കും. നമ്മൾ ആണുങ്ങളുടെ പേരിലാണ് വീടെങ്കിൽ അവരെ എല്ലാം പുറത്താക്കാൻ നോക്കും. അതല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തുപോയി താമസിക്കും. അങ്ങനെയൊക്കെ ഇന്നത്തെ രീതി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വീട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്നേക്കാൾ കൂടുതൽ മഹിയാ. എന്നിട്ടാ നീ ഒരു ബഹുമാനമില്ലാതെ അയാളെ ഒരുത്തിന്നും നീയെന്നൊക്കെ വിളിക്കുന്നത്. ബഹുമാനം നിങ്ങൾക്ക് മതി അവരോട്. നിങ്ങൾ വേണമെങ്കിൽ അവരെ കാല് കഴുകി വെള്ളം കുടിച്ചോ. പക്ഷേ
എന്നെ അതിന് കിട്ടില്ല.